നിനക്കായി ആദ്യമായി ഓർമ്മയ്ക്കായി സ്വന്തം ഇനിയെന്നും എന്നെന്നും. സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും വിലയുള്ളതാണ്. സ്നേഹം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് അന്നത്തെ പോലെ ഇതുപോലെ ആൽബങ്ങളായി ഒരു പക്ഷേ റിലീസ് ചെയ്യാൻ പറ്റില്ലെന്നില്ല. കാരണം ഇപ്പോൾ ഒരു പാട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു, അത് യൂട്യൂബിൽ ഇടുന്നു, അങ്ങനെയാണല്ലോ എപ്പോഴും. അതായിരിക്കും. അല്ലാതെ നമുക്കൊരു ആൽബം പോലെ 7-8-9 പാട്ടുകളൊക്കെ മുൻപത്തെ പോലെ അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനൊന്നുമില്ല. അപ്പൊ നമ്മളൊരു ഒരു പാട്ടിന്റെ ലിറിക്സിന്, അതിന്റെ മ്യൂസിക്കിന്, അതിന്റെ സിറ്റുവേഷന്, ഇതിന് എന്താണ് വേണമെന്നത് അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിന് ഈ പഴമയും പുതുമയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ പുതുമ ആവശ്യമുണ്ടോ അവിടെ നമ്മൾ പുതുമ ചെയ്യുന്നുണ്ട്. ഈ പഴമയും പുതുമ എന്നൊന്നും നമുക്കത് പറയാൻ പറ്റില്ല. അച്ഛനെ ഇപ്പോഴും അച്ഛൻ അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്കത് മമ്മി എന്നൊക്കെ വിളിക്കുന്നത് പണ്ട് കൊണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് അമ്മ അങ്ങനെ അല്ലാതാവുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആസ്വാദനത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ പോലെ എത്രയോ പഴയ സിനിമകൾ ഇപ്പൊ പുതുതായിട്ട് വന്നപ്പോ ഈ ദേവദൂതനൊക്കെ ഇവിടെ വന്ന് വളരെ ഇത് ചെയ്തു. അപ്പൊ പഴയതും പുതുമയെന്ന് പറയുന്നത് നമുക്ക് എന്നും നല്ലതും നമ്മുടെ അല്ലെങ്കിൽ നല്ലതല്ലാത്തത് എന്ന ഒരു ഇത് രീതിയിലുള്ള എന്തും നമ്മളങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അത് ആ ഒരു വ്യത്യാസം എവിടെയും കാണുന്നു.